ദുരന്തമുണ്ടായ ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ പ്രയോഗിച്ചു. അതായത് 115 മില്ലിമീറ്ററിനും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ആദ്യത്തെ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിൽ 372 മില്ലിമീറ്ററും മഴയാണ് അവിടെ പെയ്തത്. ആ പ്രദേശത്ത് വലിയ രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴയാണ് ലഭിച്ചത്. അതായത് 48 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴ പെയ്തു എന്നർത്ഥം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷകരുടെ കണക്കിനെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് അവിടെ ഉണ്ടായത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് പോലും ഇല്ലായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഉരുൾപൊട്ട് ഭീതിജനകമായ രീതിയിൽ ഉണ്ടായതിന് ശേഷമുള്ള രാവിലെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യഥാർത്ഥത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് കേന്ദ്ര ഏജൻസിയായ ഈ സ്ഥാപനം ജൂലൈ 23 മുതൽ 28 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ദിവസം പോലും അതിശക്തമായ മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടില്ല. ജൂലൈ 29 ഉച്ചക്ക് 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ വയനാട് ജില്ലക്ക് ഓറഞ്ച് അലർട്ടാണ് അവർ പ്രഖ്യാപിച്ചത്. അവരും ഉരുൾപൊട്ടിയതിന് ശേഷമാണ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2 മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ പച്ച അലർട്ടാണ് നൽകിയത്. 30-നും 31-നും അതുതന്നെയായിരുന്നു അവസ്ഥ.